കേരളത്തിൽ റമളാൻ വ്രതം ആരംഭിച്ചു. മനസ്സും ശരീരവും ശുദ്ധീകരിച്ച് പ്രപഞ്ചനാഥനിലേക്ക് മടങ്ങുകയാണ് വിശ്വാസികൾ. പുണ്യങ്ങളുടെയും പ്രാർത്ഥനയുടെയും പകലിരവുകളാണ് വിശ്വാസികൾക്ക് ഇനിയുള്ള ഒരു മാസക്കാലം. പാപത്തിന്റെ കറവീണ ഹൃദയത്തെ പ്രാർത്ഥനയുടെ കണ്ണീരുകൊണ്ട് കഴുകിയെടുക്കാനുള്ള കാലമാണ് വിശ്വാസികൾക്ക് റമളാൻ. ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കുക മാത്രമല്ല, വാക്കിലും ചിന്തയിലും പോലും തെറ്റുകൾ വരാതിരിക്കാനുള്ള ജാഗ്രതയാണ് റമളാൻ നൽകുന്നത്. ഖുർആൻ അവതരിച്ച മാസം കൂടിയാണ് റമളാൻ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതോടൊപ്പം ഖുർആനിൻ്റെ പാഠങ്ങൾ ജീവിതത്തിൽ പകർത്താനും വിശ്വാസികൾ പ്രതിജ്ഞയെടുക്കും. ഈ മാസത്തിൽ സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കുകയും നരകത്തിൻ്റെ വാതിൽ കൊട്ടടക്കപ്പെടുകയും ചെയ്യുമെന്നാണ് നമ്മെ പഠിപ്പിച്ചത്. മസ്ജിദുകളിൽ റമളാനിലെ പ്രത്യേക നിശാനിസ്കാരമായ തറാവീഹ് നടക്കും. നിർബന്ധ ബാധ്യതയായി കരുതുന്ന സക്കാത്ത് നൽകാനും വിശ്വാസികൾ തിരഞ്ഞെടുക്കുന്നത് റമളാൻ മാസത്തെയാണ്. മസ്ജിദുകൾക്കും വീടുകൾക്കും പുറമെ വിവിധയിടങ്ങളിൽ സന്നദ്ധ സംഘടനകൾ ഇഫ്താർ വിരുന്നൊരുക്കും. വിവിധ മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിൽ കേരളത്തിൽ വിപുലമായ റമളാൻ മതപ്രഭാഷണങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട്. വി കെ സുഹൈൽ, മീഡിയ 1, മലപ്പുറം.